വാട്സാപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം സുഹൃത്തുക്കളെ, ഇന്നുണ്ടല്ലോടാ നമ്മൾ പുതിയൊരു ഹൊറർ ഗെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബട്ട് ഇത് റിയൽ ആയിട്ടുണ്ടായ ഒരു ഗെയിം ആണെന്നാണ് ആൾക്കാർ പറയുന്നത്. അതായത് നമ്മുടെ ഫിയർ ടു ഫെദർ ടൈപ്പ് ഗെയിമാണ്. ഗെയിമിൻ്റെ പേര് ആൻലെസ് നൈറ്റ്മെയർ എന്നാണ്. ഇത് പാർട്ട് 1 ആണ്. പിന്നെ പാർട്ട് 2 ഉണ്ട്, പാർട്ട് 3 ഉണ്ട്. അതൊക്കെ നമുക്ക് കളിക്കാം. അതായത് ഇത് ഇറങ്ങിയിട്ടില്ല, നമുക്ക് കളിക്കാം. ഫസ്റ്റത്തെ ഭാഗം ഇതാണ്, ഡിസ്പ്ലേ. അപ്പോൾ നമുക്ക് നേരെ ഗെയിം ഇത് റിയലായിട്ടുണ്ടായ സ്റ്റോറീസ് എന്നാണ് പറഞ്ഞത്. നമ്മളങ്ങോട്ട് ചാടി എണീറ്റു. ശബ്ദിച്ചിട്ട് കുറച്ചിട്ട് സമയം 22, അത് 10:30. ഗെയിമില് ഇതേ സ്ഥലം. ഇവിടുന്ന് നോട്ട് ഫൈൻഡ് ദ കില്ലർ. ഒരു കില്ലറെ കണ്ടുപിടിക്കാനാണ് ഇവർ പറയണത്. നമ്മൾക്ക് മാസ്റ്റർ ബെഡ്റൂം, ഇതെന്തിപ്പോ സംഭവിച്ചേ? ഇതെന്താ ഇത്? എന്തെങ്കിലും ജംസ്കെയർ ആണെങ്കിൽ എന്നെ കിട്ടില്ലേ? വിചാരിച്ചു. എന്തിത്? ക്യാമറ ഉണ്ടോ? എടുക്കാൻ പറ്റില്ല. ഒരാള് കൊച്ചേ വാ, നോക്കിക്കാണ്ട് ഇങ്ങോട്ട് വാ പെണ്ണേ. കഴിഞ്ഞു. ഇതെന്താ? ഫോർഗെറ്റ് വെൻ ടു സ്റ്റാർട്ട് ദ വിൽ എൽവൻസ് ബിഗ് ലോക്സ് കിക്ക് ചെയ്യുന്നു. ശരി. ഇതെന്തിട്ടത്? മാസ്റ്റർ ബെഡ്റൂമിൽ പോവാൻ. നമുക്കത് മാസ്റ്റർ ബെഡ്റൂമിൽ പോവാം. ഇതാണ് ഇവൻ്റെ വീട്. ഇതെന്ത് പോലീസിൻ്റെ മറ്റേ സാധനം ക്ലോസ്ഡ് ആക്കി ഇട്ടേക്കണം. ഇവിടെ മറ്റൊരു കേക്ക് ഉണ്ട്. കേക്കിൽ എന്തോ എഴുതിയിട്ടുണ്ട്, വായിക്കറിയാം. എന്തൊക്കെ താറത്? അയ്യോ, ഇവിടെ എന്തത്? തുറക്കാം. ലോക്കടാ. ഓക്കെ, അല്ല ഒരു മിനിറ്റ്, ഇവിടെ ഡോറുണ്ടായിരുന്നല്ലോ. 1, 3 യൂസ് ചെയ്യാം. ഇത് ഇതിൻ്റെ കീ ആണ് ആക്ച്വലി. ആരോ വന്നടാ. ആര് വന്നു? ഇതാരത്? തമ്പൂരാനറിയാം. ഇതാരത്? പെണ്ണ് പോയി. ഒരു തള്ളച്ചി ഇങ്ങോട്ട് അതിക്രമിച്ചു. ഏത് റൂമ്? ഈ റൂമല്ലേ ഇത്? അല്ല, ഇത് നമ്മുടെ വൈഫാന്ന് തോന്നുന്നുണ്ട് കിടക്കണേ. വൈഫ്. അയ്യോ, ഇവിടെ എന്തൊരു ഇത്? Shirley can that the marriage of Lisa and James mistake and me birth. നമ്മളാണ് ആക്ച്വലി. നമ്മളാണ് ജെയിംസ്. നമ്മുടെ പേരാണ് ജെയിംസ്. നമുക്കൊരു വൈഫുണ്ട്, ലീസ എന്നാണ് പേര്. ആൻഡ് നമുക്കൊരു മോളും ഉണ്ടായി ഈ ഗെയിമിൽ. ഇത് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഓഫ് നവംബർ 22, 2018. പ്രളയത്തിൻ്റെ എന്നാണോ അതൊന്നും അറിയില്ല. എന്തായാലും ഈ നവംബർ 22-ന് അടുത്തൊരു ന്യൂസ് പേപ്പറാണ്.
അതായത് നമ്മുടെ ജെയിംസിൻ്റെ ലിസയുടെയും മാരേജ് തന്നെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു എന്നാണ് ഈ ന്യൂസ് പേപ്പറിൽ പറയണത്. മേ ബി അത് എന്തിട്ടായിരിക്കുന്നു റിലീസ് എന്നിട്ടത് ഫോട്ടോ ലിസ ഫോട്ടോ. ഓ ഇത് ലിസയുടെ ഫോട്ടോ. ഡിവോഴ്സായ നമ്മൾ. ആ തമ്പുരാനറിയാം നമ്മൾ ഡിവോഴ്സ് ആയില്ലേ എന്നൊക്കെ. ഞാൻ ഇങ്ങനെ നടക്കണേ. അപ്പം പിന്നെ ഇവിടെ നിന്ന് എന്തോട്ട് പോകാനാണ്. നോക്ക് ഇതെന്തിട്ട ഫോട്ടോ ഉണ്ട്. ഓ ഇതായിരുന്നു. ഓ മാൻ ഇതായിരുന്നു തോന്നുന്നു. നമ്മൾ ഇതാണോ? അയ്യോ ഇത് ജീസസ്. ആ ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. ഓ ഇതാണെന്ന് തോന്നുന്നു. മേ ബി നമ്മൾ ജെയിംസ്. ഇവിടെ നമുക്ക് എന്താണ് ചെയ്യണ്ടേ? എന്തത് ഡോറ് തന്നെ ആയി. ഇതാണോ നമ്മുടെ മോള്? ഇവിടെ ഒരു മോളിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു മോളിരിക്കുന്നുണ്ട്. എനിക്കൊരു മോളുള്ളൂ. ഇത് രണ്ടും ഇപ്പൊ മൂന്നായി. എനിക്ക് ഒരു മോളുള്ളൂ. ഇതെന്ത് മൂന്ന് മോള്? കളിക്കല്ലേ. ഇതെന്തിട്ടാണ് തള്ള? ഈ മൂന്ന് തള്ളകൾ എന്നെ കൊല്ലാൻ വേണ്ടി വരുമോ? തള്ളകളൊന്നുമല്ല. പൈസ ആവാത്ത ചെറിയ കാര്യമാണ്. ഇവിടെ മൊബൈൽ ഇരിക്കുന്നുണ്ട്. രാത്രി മൊബൈൽ ചാർജില്ലെന്ന് തോന്നുന്നുണ്ട്. ഓ ദിസ് ഈസ് ലിസ ഫോൺ. ഇത് ലിസയുടെ ഫോണാണ്. ടെക്സ്റ്റ് മെസ്സേജ് ഓൺ ഇറ്റ്. യു ഷുഡ് ഹാവ് എ ഗുഡ് ടോക്ക് വിത്ത് യുവർ ഹസ്ബൻഡ്. ഓ അന്ന് മാരേജ് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു നന്നായിട്ട് സംസാരിക്കും. വഴക്കൂടെ എന്തേലും പറയുന്നേ. ആ വഴക്കൂടെ സംസാരിക്കണേ ആണ് തോന്നണേ. 10:30 ഓഗസ്റ്റ് 12 ഇത് കിടക്കണത്. മോളെ അച്ഛനെ പേടിപ്പിക്കല്ലേ. ഇതാണ് അച്ഛൻ. പുറത്തൊന്നും കാണാൻ പറ്റില്ല. ഇതിപ്പോൾ എത്ര മോളാ? 4. നേരത്തെ 3 ഉണ്ടായിരുന്നല്ലോ. എനിക്കൊരു മോളുള്ളൂ. ഇതെന്താ മോളുടെ ദേഹം ഒരു ചൊറി പിടിച്ച പോലെ? പോയി കുളിക്കുകയും മോളുകൾ നമ്മളെ കൊണ്ടേ പോവുള്ളൂ. ആക്ച്വലി ബെഡ്റൂം ലോക്കറ്റ്. ഇതാണോ ലിസ? ലിസ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നു. ലിസ കരയേണ്ട. ഞാൻ ലിസ തീകോളായി പോയി. എന്നിട്ട് ഡിവോഴ്സ് എന്തിട്ട് പറയേ? ഓ ഡിവോഴ്സ് അഗ്രിമെൻ്റ് ആണെന്ന് തോന്നുന്നു. ദ ഡിവോഴ്സ് verdict between Lisa. The divorce between Lisa and was issued by the court 3 months ago. Lisa has given up the children custody. മോളെ കസ്റ്റഡിയിൽ ലിസ എടുത്തു. നമ്മുടെ ജെയിംസും നമ്മുടെ ലിസയായിട്ട് ഡിവോഴ്സായി എന്നൊക്കെയാണ് ഇവർ പറയണേ. ഓക്കെ ഇതെന്ത് ഇങ്ങനെ റൂം ഇങ്ങനെ കിടക്കണേ? ഫുൾ അലങ്കോലപ്പെട്ട്. നമ്മുടെ ഫോട്ടോൻ്റെ ബാക്കിൽ ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് നമ്മൾ ഓർമ്മിക്കണമെന്ന് തോന്നുന്നുണ്ട്. ബട്ട് അപ്പോൾ ശരിക്കും ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും സുഹൃത്തുക്കളെ. നമുക്ക് നോക്കി നോക്കാം. അടുത്ത ഡോറിലോട്ട് പോവാം. വിളിച്ചോ? ഇവൾക്ക് ഇത് നായ.
ഫൈൻഡ് ദ ബാഡ്ജ്. ഒരു ബാഡ്ജ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നായ കൊല്ലേ. തള്ള വന്നില്ല ഭാഗ്യത്തിന്. ഈ നായെ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടാ? ചുമ്മാ മോന്തോക്കി കുറയ്ക്കല്ലാതെ. പോലീസ് ബാഡ്ജ്. ഇറ്റ് ഈസ് മൈ പോലീസ് ബാഡ്ജ്. ഓ, നമ്മൾ പോലീസ് ആയിരുന്നു ആക്ച്വലി. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ വിത്ത് മീ ഫോർ അത്രയും 18 years. Lisa doesn't like me wearing police badge. Lisa thinks that the badge represents a legitimate right to work. ലിസയ്ക്ക് എന്ത്? ലിസയ്ക്ക് the key should with her. It should be good. ആര് വരണ്ട? ശബ്ദം കേൾക്കാം. ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ ലിസയ്ക്ക് ഇത് ഇഷ്ടമല്ല. നമ്മളെ പോലീസായിട്ടുള്ള ഈ ബാഡ്ജിൻ്റെ വയലൻസ് എന്നൊക്കെയാണ് പറയണേ. ലിസയ്ക്ക് ഇത് ഇഷ്ടമല്ലെന്ന്. ലിസ നമ്മള് കയ്യിലെന്താണുള്ളത്? കേക്ക് കട്ടിയുള്ള കത്തി. ലിസ പോണു. കൊല്ലല്ലേ ലിസ മോളെ. ലിസ മോള് താഴോട്ട് ഇറങ്ങി പോണു. പൊക്ക കുറച്ച് കഴിയുമെങ്കിൽ ശല്യം ഒഴിവായി കിട്ടുമല്ലോ. പോ മാറണമേ. ചെല്ലി മാറണമേ. ഇത് ക്ലോസ്. ബെസ്റ്റ്. ഇവിടെ എന്തൊക്കെ വെക്കണമെന്ന് തോന്നുന്നു. ലിസ വരണ്ടെന്ന് തോന്നുന്നു. നായ നമ്മുടെ ഈ നായേ അല്ല, നമ്മളെ നായയെ പോയില്ലേ? പാവം നായല്ലേ. എക്സ്പ്ലോർ ദ റൂം ആൻഡ് ഫൈൻഡ് ക്ലോസ്. എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കും. പിന്നെ ലിസ വന്നിട്ട് നമ്മളെ കത്തി വെച്ച് കുത്തിക്കൊണ്ടിട്ട് നമ്മുടെ അവയവങ്ങൾ ലിസ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കും. ലിസ പോയാ? എന്താണ് ഇവിടെ? ഇറ്റ് ക്യാൻ മേക്ക് മീ സെയിം. വരുന്നുണ്ട് സാധനം വരുന്നുണ്ട്. ഉള്ളിലോട്ട് കയറുമ്പോ ഈ പന്ന പൂടെ. The photo of Lisa and I which was taken വരുന്നുണ്ട്. ഇത് ഉറപ്പായിട്ട് ഇങ്ങോട്ട് വരും. ഇവിടെ നിന്നാണോ വരണേ അതോ ഇവിടെ നിന്നാണോ വരണേ? ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു. വരുന്നുണ്ട്. കാലുവെച്ച കേൾക്കാൻ. ദൈവമേ, ഒന്ന് വേഗം പോവാൻ. പോണു. മാരണം. അവിടെ നിൽക്കുന്നുണ്ട്. പോയി.
പട്ടി ആ കഴിഞ്ഞ ഓവർ ആക്ടിങ് കൊണ്ട് പോനെ പല്ലിയേക്കില്ല കളവി മുതുക്കി കളവിനടുത്തിന് അപ്പുറത്തെ കണ്ടെത്തി വലിച്ചെറിയും പല്ലി കഴിക്കാണ്ട് വന്നിട്ട് എന്നൊക്കെ കാണിച്ചിട്ട് മനുഷ്യനെ കൊല്ലാൻ. ഇതിനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കൈ രണ്ടും ബാക്കിൽ കെട്ടുക, എന്നിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് ഒരു പല്ലിങ് എടുക്കുക, ഇവിടെ കളവിടെ വായങ്ങ് വലിച്ച് കീറുക, ഇവിടെ പല്ലിങ് പിടിച്ച് തേക്കുക. ഈ നായ കണ്ടാണ് ഫസ്റ്റ് ഇപ്പം ജംസ്കെയർ ആയത്. പിന്നെ നായ പാവല്ലേ, നമ്മുടെ നായല്ലേ, കുഴപ്പമില്ലാതെ വെക്കാം. ഈ ഗെയിം അത്യാവശ്യം കുഴപ്പമില്ലെന്നാ, അടിപൊളി. മൈ സ്റ്റുഡിയോ നമ്മൾ വീണ്ടും ഇവിടെ തന്നെ അട്രാക്ട് ചെയ്തു. അയ്യോ തള്ളയിപ്പം ഇങ്ങോട്ട് കയറി വരും. വരുന്നുണ്ട്. ദാ വന്നു തള്ളക്ക് ഭ്രാന്തായ. തള്ള പോയി. നമ്മുടെ ഹാർട്ട് ബീറ്റ് കേടപ്പുറത്ത്. ഇത് എൻ്റെ ഹാർട്ട് ബീറ്റ് അല്ല, ഈ ഗെയിം പ്ലെയറിൻ്റെ. ഈ ഹാർട്ട് ബീറ്റ് കാർഡിയാക് അറസ്റ്റിൻ്റെ ഇല്ലേ, ഈ അലമാരയിൽ നിന്ന് കാർഡിയാക് അറസ്റ്റിന്ന് ചത്തു. ഇതാണോ കാർഡിയാക് അറസ്റ്റിൻ്റെ ഹാർട്ട് ബീറ്റ് അല്ലേ ഇത്? ഓ ഇത് മറ്റേ റൂമായിരുന്നു. ലിസ എവിടെയാണ്? ലിസ മേളിലോട്ടാണ്. തള്ള വരുന്നുണ്ട്. പട്ടി തള്ളയെ നോക്കി നിൽക്കുക. പട്ടി വന്നെ. പട്ടിയുടെ പേരെന്താ? ജിമ്മിയാ. അയ്യേ വാടാ. ടോമിന്നിടാം. ടോമി കം ഹിയർ. ടോമി ഒരു പെണ്ണുമുള്ളവരും പല്ലിക്കാത്ത കണ്ട കടിച്ചങ്ങ് പറഞ്ഞോണം. ടോമി ഒന്നും നോക്കണ്ട, കാരിച്ച് പാലിച്ചങ്ങ് തീരണം. ഓക്കെ. തള്ള എന്ത് വാല് തുറന്ന് കളിക്കണോ? ഹാപ്പി ബർത്ത്ഡേ കേക്ക് ആണെന്നല്ലേ? ഹാപ്പി ബർത്ത്ഡേ 11ാം വയസ്സിന്റെ ഹാപ്പി ബർത്ത്ഡേ. കണ്ട് തള്ള വന്ന് കൊല്ലി. ഈ തള്ള ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നാളെ രാവിലെ ആവുമല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ പോയി എൻ്റെ പണി നോക്കട്ടെ. ഒന്ന് പോവട്ടി. ഇവിടെ ഗണ്ണുണ്ടാക്കുന്ന സ്ഥലമാണ്. ഈ തള്ള വരണതേ 1000 മണിക്കൂർ കഴിഞ്ഞിട്ട് വരിക. അതാണ് ഈ തള്ളയുടെ മെയിൻ കുഴപ്പം. നമുക്ക് എവിടെന്നെങ്കിലും ഗണ്ണുണ്ടാക്കണം, തള്ള എടുത്തിട്ട് പൊട്ടിക്കണം. ഓ വേറൊരു സാധനം കിട്ടി. ഓ പന്നി. ഈ ഡോറായിരുന്നു തുറന്നു അടച്ചോണ്ടിരുന്നേ. തള്ള കണ്ടു. എൻ്റെ പൊന്ന് തള്ളൊന്ന് വേഗം വരുമോ? ഇവരെ കൊണ്ട് വല്ല ശല്യമല്ലോ. ഇങ്ങോട്ട് ഇങ്ങോട്ട്, എനിക്ക് വേറെ ജോലിയുള്ളതാ. ഇവരെന്താ ആമയ്ക്കുണ്ടാ? ഈ പെണ്ണുമ്പളെ അങ്ങോട്ട് കയറിപ്പോയി. എൻ്റെ പൊന്നെ ആമയ്ക്കുണ്ടായ പെണ്ണുമ്പിള്ളേ, ഇന്നിങ്ങോട്ട് വാ. ലോജിക്കില്ല, ബ്രെയിനും ഇല്ല, കിണ്ടിയും ഇല്ല. എന്നിട്ട് ആമയ്ക്കുണ്ടായവളെ പോലെ നടന്നു വന്നു. എങ്ങോട്ട് നടക്കണേ? അവിടെ വായ നോക്കി ഇവിടെ എന്തുട്ടാ കാട്ടണോള്? ഒന്ന് താഴോട്ട് ഇറങ്ങി പോവോ? എനിക്ക് വേറെ ജോലിയുണ്ട്.
കിടന്ന് കാറി കഴിഞ്ഞെങ്കിൽ വാ ഇങ്ങോട്ട്. ഇവളെ അടുത്ത് ഞാൻ ഇവളെ എടുത്തോണ്ട് വരാം ഇവിടം വരെ. വേമ്പാ തള്ളേ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. തള്ളയുടെ അടുത്തൊക്കെ പറഞ്ഞ കഴിക്കില്ല. അവിടെ ഇറങ്ങി പോവാം. തള്ള അവിടെ നിന്ന് തിരുവാതിര കളിക്കട്ടെ. ഓ, ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഒളിച്ചിരിക്കാം. തള്ളേ വേറെങ്കി വാ തള്ളേ. ഇങ്ങോട്ട് തന്നെ. എന്നിട്ട് കാലൊക്കെ ഇങ്ങനെ ആദ്യം ഇവളെ പിടിച്ചുകൊണ്ട് പോയിട്ട് കാലൊക്കെ തേച്ചൊരച്ച് മറ്റേ ചകിരിയില്ലേ, ചകിരി വെച്ച് തേച്ചൊരച്ച് വെളുപ്പിക്കണവരെ അരിക്കണം. ഇനി അതിൽ ഇതായില്ലെങ്കിൽ ഇല്ല പാറയിലെടുത്തിട്ട് ഉരയ്ക്കണം. ജന്മത്ത് കുളിക്കില്ല. ഈ ലോകത്തുള്ള കീടാണ് മുഴുവനും ഇവളുടെ ശരീരത്തിൽ. വേറെ വല്ലതും ഉണ്ടാടാ? കിട്ടി. ടോമിനെ കൊണ്ടുവല്ലേ പ്രാന്ത്. വിളിച്ചിട്ടെ തള്ള താഴോട്ട് ഇറങ്ങി പോയിട്ട് വെള്ളോട്ട് പോകാം. നിങ്ങൾ അവിടെ കിടന്ന് തിരുവാതിര കളിക്കി പറഞ്ഞ തള്ള ആണ് ഈ വയസ്സ് മുതുക്കി കളവിട. ഈ പറ്റിയുടെ സാധനം കാണാം. ഈ തള്ള ഇന്നെങ്ങാനും വരുമോ? വരുന്നുണ്ട്. ശബ്ദം കേൾക്കാം. ഹെഡ്ഫോൺ വരി. എക്സ്പ്ലോർ റൂം നിറയെ പോവൻ്റെ പിന്നെ തള്ള കുറെ നേരെ. എടാ ബബ്ബ അടിച്ചിരുന്നോ അവിടെ? എന്ത് പിന്നെ ഞാനെന്ത് പറയാനാ? യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാ? സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യാൻ പറ്റില്ല. പാട്ടി മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി. ഈ ക്ലോക്കിൽ എന്തെങ്കിലും യൂസ് ആവോ? റൂമിലോ ഇതൊന്നും തുറക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാടാ ഇത്ര ഡെവലപ്പ്? തുറക്കാൻ പറ്റില്ല പിന്നെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചത് ഇത്രയും? അല്ല ഒരു കീ കിട്ടിയില്ലേ? അത് വെച്ച് റൂം തുറക്കണ്ടേ? ഒരു കീ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ നിന്നൊരു കീ കിട്ടിയില്ലേ നമുക്ക്? ഡ്രോപ്പ് ചെയ്ത എവിടെയെങ്കിലും? ഡ്രോപ്പ് ചെയ്യാൻ തന്നെ ടോമി ഉള്ള ജീവനം കളഞ്ഞു. കുറച്ച് നേരം കൂടെ കഴിഞ്ഞായിരുന്നു എന്നെ എടുത്തോണ്ട് പോയായിരുന്നു ഹോസ്പിറ്റലിലോട്ട് ജംസ്കെയർ ആയിട്ട്. ഇല്ല ഈ റൂമിന് തുറന്നിട്ടില്ലല്ലോ. തള്ള വരുന്നുണ്ട്. അയ്യോ അത് പഠിച്ച് പൊളിക്കും റൂം. ഈ പനപ്പട്ടി ഇത് തള്ളയാ? തള്ളയാണെന്നാണ് വിശ്വാസം. ഈ റൂമിൽ എന്തെങ്കിലും മേ ബി ഉണ്ടാവും സാധനമുണ്ട് സുഹൃത്തുക്കളെ. അതും കൂടെ കിട്ടി നമുക്ക് ഗണ്ണ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ തള്ള പൂശ അപ്പുറത്തെ പയ്യത്തിനായി എടുത്തിടും. പന്നി ഈ സാധനം മനുഷ്യനെ പേടിപ്പിച്ചെന്നേ. കള്ള
തള്ള ഇന്നങ്ങാണ്ടൊന്നും വരില്ല. കബോർഡൊന്നും എടുക്കാൻ ആ പുറത്തിറങ്ങുമ്പോൾ മാത്രം ഉള്ള ശബ്ദം. ഫാന് കറണ്ട് പോയാ ഇത് തള്ള എന്തായാലും ഇങ്ങോട്ടായിരിക്കും. ഇങ്ങോട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ ഞാൻ മുറടിച്ച് പൊളിക്കും തള്ളയുടെ. ഈ പന്നെ ആമയ്ക്ക് ഉണ്ടായ ഈ തള്ളേ ഉസൈൻ ബോൾട്ടിൻ്റെ അത്രയൊന്നും വരില്ല. ഒരു ഒച്ചില്ലേ ഒച്ചിനുണ്ടായതാ, അതുകൊണ്ട് ഇത്ര ഒച്ചിൻ്റെ സ്ലോ. ഞാനാണ് ഈ തള്ളയുടെ സ്ഥാനത്തെങ്കിൽ ഉസൈൻ ബോൾട്ടിൻ്റെ സ്പീഡ് എടുക്കും, എല്ലാത്തിനെയും മുന്നേ പിടിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യില്ലല്ലോ. നമ്മൾ നന്മയല്ലേ, നമ്മൾ നന്മയെ വേണ്ടേ. നമ്മൾ ഇത് ഈ തള്ളയുടെ കൂട്ടത്ത് പയ്യേ വരുള്ളൂ. തള്ളയൊക്കെ ഞാൻ ചത്താലും കുഴപ്പമില്ല. ഈ റൂമിനുള്ളിൽ പ്രത്യേകിച്ചൊരു കിണ്ടിയില്ല. തള്ള ശബ്ദം നല്ലോണം അടുത്തെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഓന് പെണ്ണുമ്പിള്ള എനിക്ക് നിങ്ങളെപ്പോലെ ഇങ്ങനെ കയ്യിലൊരു കാര്യം പിടിച്ച് ഒച്ചനുണ്ടായതുപോലെ പയ്യെ നടക്കലല്ല എൻ്റെ ജോലി. എനിക്ക് എങ്ങനെയെങ്കിലും ഗണ്ണുണ്ടാക്കി നിന്നെ കണ്ടെത്തി വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് പോകണം. എനിക്ക് പോയിട്ട് പഠിക്കണം. നാളത്തെ സ്കൂളിലത്തെ ഹോംവർക്ക് നീ വന്ന് ഇരുന്ന് ചെയ്യുമോ? മദർ തെരേസേ ഈ വില്ലന്നെ ഏത് സ്കൂളാണോ? അയ്യോ തള്ള എൻ്റെ നേർക്ക് വരുന്നു. മനുഷ്യൻ്റെ ഉള്ള ജീവനങ്ങ് കളഞ്ഞു. അവിടെ നിൽക്കുക കുറച്ചു നേരം തള്ളേ. അടിപൊളി. മോളിവിടെ നിൽക്കണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ കിണ്ടിയില്ലടാ, അതുകൊണ്ടൊക്കെയാണ് സമയം പോണത്. My answer is no. I have smelled alcohol in your breath. Well, I've not had you. That's not. No. So I just, because it is the top. തള്ള വരുന്നുണ്ട് വിളിച്ചോ. തള്ള വരുന്നുണ്ട് ഇങ്ങോട്ട് തന്നെ ആയിരിക്കുമല്ലോ മിക്കവാറും. ശബ്ദം കേൾക്കല്ല നടക്കണേ. ഇപ്പൊ കേക്കാം. അടുത്തോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോ കേൾക്കണ്ടാവും. അടുത്തോട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇത് ഒഴിവു. നമുക്കിനി ചത്തു. നമ്മളേക്കിപ്പോ ഓൾറെഡി കുറച്ച് സാധനങ്ങളൊക്കെ ആയി. ഇനി ഒന്നും ചെയ്യണ്ട, പോവാ, ഗൺ എടുക്കുക, പൂഷുക. ഒരു ബ്ലേഡും കൂടെ വേണം. അല്ല, ഒരു സാധനം കൂടെ ഉണ്ടാവണം. ഒരു ഗെയിം ബ്ലേഡാ അങ്ങനെ എന്തല്ലേ ഇതിവിടെ ഉണ്ടാവും. ഒരു കിണ്ടിയില്ലെങ്കിൽ ചുമ്മാ ഇവിടെ ഉണ്ടാ. രാക്കറ്റിലൊരു കിണ്ടിയില്ല.
തള്ള അടുത്തോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഐറ്റം കൂടെ നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കണം സുഹൃത്തുക്കളെ. ഇത് നല്ലോണം ലോങ് ആയതുകൊണ്ട് വീഡിയോ. ഈ കുരിപ്പായിരുന്ന. അയ്യോ തള്ള വിടുന്നു. അയ്യോ അവിടെ നിന്നാണോ? കുടിക്കോ ഓടിത്തളിക്കോ? ബാറ്ററിയോ അങ്ങനെ എന്തൊരു കിണ്ടി? ബാറ്ററിയോ? അങ്ങനെ എന്തൊരു കിണ്ടി കിട്ടി. തള്ളയൊന്ന് വേഗം പാൻ. കാളിയാ കറസ്റ്റ് വീണു. തള്ള വരണമില്ല. മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി എടുത്തു വന്നിരിക്കും. ടോമി, എൻ്റെ ടോമിക്കുട്ടൻ പേടിപ്പിക്കല്ലോ കേട്ടോ. ഇല്ല ഇറച്ചിയാ മീറ്റാ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എടുത്ത് കൊടുക്കായിരുന്നു. പാവം കുറേ നേരമില്ലേ ഇവിടെ പുറകെ നടക്കണു. ഇനി നമുക്ക് ഒരു സാധനം അത്യാവശ്യമില്ലായില്ലേ ആയെന്നാണ് എനിക്ക് തോന്നണേ. ലെറ്റ്സ് ഗോ. ഒന്ന് പോയി നോക്കാം. എവിടെന്നാ വലിയ തള്ള? ചിലപ്പോൾ ഇവിടെ നിന്നും വരാട്ടാ. ഇവിടെ നിന്നും വരാം. അയ്യോ തള്ളുണ്ട്. കോഴി എനിക്ക് സമയമില്ല കോഴി. എനിക്ക് പോയിട്ട് എൻ്റെ പട്ടിക്ക് തേച്ച് കൊടുക്കണം കോഴി. അയ്യോ കോഴിക്ക് ഇപ്പം ഇച്ചിരി സ്പീഡ് കൂടി. ഇത് ഇവിടെ വെക്കാനുള്ളതെന്ന് തോന്നുന്നുണ്ട്. അല്ല ഇനി ഒരു സാധനം ടോമി ഒരു സാധനം കൂടി മതി. കിച്ചണിൽ കുറെ ഡ്രോയേഴ്സ് കാണിച്ചു. മുടിയൊക്കെ നിവർത്തിയിട്ട് വരണം. പന്നി ചത്തു.